ഒരു കക്ഷി ഒഴികെ. സ്വഹാബത്തിന്റെ ചോദ്യം, മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ ആ സ്വർഗാവകാശികൾ? ഉടനെ റസൂലുള്ളാഹി കൊടുത്ത മറുപടി എന്താ? ഹും അഹ്ലുൽ കിതാബി വസുന്ന, അത് ഖുർആൻ സുന്നത്ത് മുറുക്കി പിടിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുൽ ഇസ്ലാഹി, അവർ ഇസ്ലാഹികളാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുസ് സലഫി, അവർ സലഫികളാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഹും അഹ്ലുസ് സ്വലാത്തി വസ്സിയാമി വസ്സകാത്ത്, നിസ്കാരവും സകാത്തും മറ്റുമൊക്കെ നടത്തുന്നവരാണ്, പ്രവാചകർ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പ്രവാചകർ പറഞ്ഞത്? വളരെ നിരീക്ഷിച്ച, വളരെ സൂക്ഷ്മതയോടുകൂടെ ഭാവി കണ്ടറിഞ്ഞ പ്രവാചകർ ഐഡന്റിറ്റി കാർഡ് നൽകുക. ആർക്ക്? ബൂത്തിൽ പോകുന്ന വോട്ടർമാർക്കല്ല, സ്വർഗത്തിൽ പോകുന്ന അനുയായികൾക്ക് റസൂലുള്ളാഹി നൽകുക ഐഡന്റിറ്റി കാർഡ്. എന്താ അതിലുള്ളത്? ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അവർ സുന്നികളാണ്. ഞങ്ങള് നരകത്ത് കാക്കാൻ റഷീദ് സഖാഫി ചെയ്തണ്ട്. നിങ്ങള് റഷീദ് സഖാഫി റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനാന്ന് മനസ്സിലായി, പുലർന്നതാണ്. എന്റെ സമുദായം 73 വിഭാഗമാകും, അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നരകത്തിൽ ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ കക്ഷി ഒഴികെ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ എന്ന് സഹാബത്ത് ചോദിച്ചു. അപ്പൊ റഷീദ് സഖാഫി വിശദീകരിക്ക, ഹും അഹ്ലുൽ കിതാബി വസുന്ന, അവര് കിതാബും സുന്നത്തും മുറുകെ പിടിക്കണോരാണെന്ന് പറഞ്ഞില്ല, ഞങ്ങളാണ് അത് പറയല്. ഹും അഹ്ലുൽ ഇസ്ലാഹി, ഇസ്ലാഹികളാണ് എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളാണ് പറയല്. ഹും അഹ്ലുസ് സലഫി, സലഫികളാണ് എന്ന് പറഞ്ഞില്ല, അതും ഞങ്ങളാ പറയല്. അവർ റസൂലുള്ളാഹി അതൊന്നും പറഞ്ഞില്ല. പിന്നെ തബ്ലീഗിനെ പറ്റിയാണോ തോന്നുന്നത്? ഹും അഹ്ലുസ് സ്വലാത്തി വസ്സിയാമി വസ്സകാത്തി, ഓലാളെ പുസ്കാരം സക്കാത്ത് നോമ്പ് പറഞ്ഞിട്ട് അത് മാത്രം പറഞ്ഞ് ഞങ്ങൾ ഉത്ബുദ്ധരാക്കാൻ ശ്രമിക്കണത് ഓലെ പറ്റിയാവും. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. പിന്നെ ആരെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞത്? ദീർഘവീക്ഷണത്തോടുകൂടി റഷീദ് സഖാഫിയെ പോലുള്ള ആളുകൾ അംഗമായി ചേർന്ന സംഘടനയായ ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. പച്ച നുണ. എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും മുദദ്ദിസുമാരോ മുതഅല്ലിമാരോ മുസ്ലിയാക്കന്മാരോ ഉണ്ടെങ്കിൽ ആ ഹദീസ് ഒന്ന് കൊണ്ടുവരി, ഇപ്പൊ തന്നെ കൊണ്ടുവരി. ഈ പ്രസംഗം കഴിയുന്ന സമയം തരാ. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രവർത്തകരോടുണ്ട്, ഈ റഷീദ് സഖാഫി പറഞ്ഞ ഈ ഹദീസ് എവിടെ? അതേത് ഹദീസ് ഗ്രന്ഥത്തിൽ? ആരുദ്ധരിച്ചു? സ്വഹീഹാണോ ലഈഫാണോ? ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഹദീസ് ലഈഫ് പോലും ഉദ്ധരിക്കാൻ സഖാഫിക്കോ സഖാഫിയെ കൊണ്ടു നടക്കുന്നവർക്കോ കഴിയില്ല. വെല്ലുവിളിയുടെ ശക്തിയാണ്. നിങ്ങളെ മുദരിസുണ്ടല്ലോ, കാലിയരുണ്ടല്ലോ, ആരല്ലാണ്ട് മൂല്യമാര് പലരുമില്ലേ? ഈ കാലിയരെ കൊണ്ടുവരി, ഇങ്ങനെ ഒരു ഹദീസ് കേൾപ്പിക്കാൻ കഴിയില്ല, പാച്ച നോണയാണ്. എന്താണ് ആ ചാന്തൊക്കെ ഒരു ശക്തി അറിയും. ശ്രദ്ധും മതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ എന്താ, മൂപ്പരെ കുറ്റപ്പെടുത്തുന്നില്ല. ആഫീസിൽ കൊടുത്ത സീറ്റിലുള്ളത് അങ്ങനെയാണ്. അപ്പൊ മൂപ്പര് അത് ഉറക്കനെ പറയും, അത് ശക്തി കൂട്ടി മതോടുകൂടി പറയും, ശ്രദ്ധോടുകൂടി പറയാണ്. നിങ്ങൾ അപ്പൊ മുന്നിലിരിക്കുന്ന മുജാഹിദുകൾ സാധുക്കളത് അത് ശരി തന്നെയായിരിക്കും, ഇത് വളരെ കറക്റ്റ് തന്നെ, അപ്പൊ നുണ തന്നെയാണ്. അപ്പൊ അതിന് പറയേണ്ട മറുപടി ഇപ്പൊ നുണയാണ് എന്നാണല്ലേ, പോലെ അത് പഠിച്ചു വെച്ചു. അതിന്റെ അപ്പുറവും ഇപ്പുറവും അറിയില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ സഹോദരന്മാരെ. എന്നാൽ ഹദീസ് ഉണ്ടോ എന്നറിയണമെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ പരതണം. ഇമാമുകൾ രചിച്ചിട്ടുള്ള കിതാബുകൾ പരതിയാലേ ഈ ഹദീസ് ഉണ്ടോ ഇല്ലേ എന്നറിയുള്ളൂ. നിങ്ങൾക്കറിയാമോ, ഹിജ്റ 373 വഫാത്തായ മഹാപണ്ഡിതൻ ഹാഫിൽ അബുൽ ലൈസ് അവരെഴുതിയ കിതാബ് തൻബീഹ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദ്യം. റസൂലുള്ളാഹി പറഞ്ഞു 72 വിഭാഗം ആളുകളായി പിരിയും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങളോട് ചോദ്യം, നബിയെ, സ്വർഗത്തിലേക്ക് പോകുന്നവർ ആരാണ് നബിയെ? ഖാല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഖാല റസൂലുള്ളാഹി. ഇമാം ഹാഫിദ് അബുൽ ലൈസ് ഉദ്ധരിച്ച ഗ്രന്ഥമാണിത്. അറിയോ നിങ്ങൾ? എന്നിട്ട് മൗലവി വന്നിട്ട് ആക്രോശിക്കുക, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ല, പച്ചനുണ. മൗലവിമാരെടുത്തോളി, മുദരിസുമാര്, ഖത്തീബ്, മുഅല്ലിമ്, മുദരിസ്, ഖാളി, അങ്ങനെ മുഅദ്ദിൻ എല്ലാവരും പരതിക്കോളി, എവിടെയും കാണൂല. ചാലിയത്ത് വെച്ച് ഞാനും സക്കരിയ സലാഹിയും കൂടി 3 തവണ ഏറ്റുമുട്ടി. അവിടുന്ന് മുങ്ങിയതാ മൂപ്പര്. പിന്നെ മൂപ്പര് കൂറ്റനാടൊന്ന് പൊന്തി. അവിടെ ഞാൻ ചെന്നപ്പോ അവിടുന്ന് പോയി. പിന്നെ മൂപ്പര് ഗൾഫ് പോയി, പിന്നെ തിരിച്ചു വന്നു. പിന്നെ മൂപ്പര് വാഴക്കാടൊപ്പം പൊട്ടിയിട്ടുള്ളത്. ഞാൻ അവിടെ നിന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞു അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ വീണ്ടും ഈ കിതാബൊക്കെ ഉദ്ധരിച്ച മൂപ്പര് പറഞ്ഞു, അങ്ങനെ കിതാബു തൻബീഹ് എന്ന് പറയുന്ന കിതാബ് കേരളത്തിലെ ഞങ്ങൾക്കൊന്നും അധികം പരിചയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇതല്ല, വേറെ ഏതാ പരിചയമുള്ളത്? ആഫീസിൽ സീറ്റല്ലാതെ വേറെ ഏതാ നിങ്ങൾക്ക് പരിചയമുള്ളത്? കിതാബുകൾ നോക്കട്ടെ, അപ്പോഴല്ലേ ഈ കാര്യം